ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്, നന്ദിയുടെ നടത്തം. നിങ്ങൾ വല്ലാതെ എരിഞ്ഞു പുകഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മുറിയിൽ തന്നെ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളൊന്ന് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുക. നിങ്ങൾ ചുറ്റിലുള്ളവയൊന്ന് കാണുക, നന്ദിയോടുകൂടി കാണുക. ആകാശത്തെ, കാറ്റിനെ, പൂക്കളെ, പുല്ലിനെ, ഭൂമിയെ എല്ലാത്തിനും തൊടുക. അറിയാതെ നിങ്ങളുടെ ദുഃഖം മാറും, സങ്കടം കുറയും, ദേഷ്യം കുറയും. നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെലൻ കെല്ലറെ കാണാമെന്ന പെൺകുട്ടിയോട് ഹെലൻ കെല്ലർ ചോദിച്ചു, നീ പോരുമ്പോൾ വന്ന വഴിയിലെ കാട്ടരുവി കണ്ടോ, കാട്ടുപച്ചപ്പ് കണ്ടോ, കാട്ടുപൂക്കൾ കണ്ടോ, ആകാശത്തിൻ്റെ വർണ്ണ ഭംഗി കണ്ടോ? അവൾ ഉടൻ തന്നെ പറഞ്ഞു, ഞാനൊന്നും കണ്ടില്ല, ഞാൻ ഇങ്ങോട്ട് വരാനുള്ള തിരക്കിലായിരുന്നു. വളരെ ഇന്നസെൻ്റായിട്ട് ഹെലൻ കെല്ലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് പിന്നെ എന്തിനാ കണ്ണ് തന്നത് ദൈവം? അതൊരു ഇൻസൈറ്റുള്ള ഒരാളുടെ ചോദ്യമാണ്. ദൈവത്തിന് നിനക്ക് കണ്ണ് തന്നത് കണ്ടോന്ന് നീ കണ്ടിട്ടില്ല. അന്ധയായ ഒരാളാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് ഓർക്കണം. ഹെലൻ കെല്ലർ അന്ധയാണ്. അന്ധയായിരുന്നിട്ടും ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള ഫോർസൈറ്റഡ്നെസ്സുള്ള എത്രയെത്ര പുസ്തകങ്ങൾ അവരെഴുതി, എത്ര ഭാഷകൾ അവർ പഠിച്ചെടുത്തു, എത്ര പേരെ പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഒരാളെ ചോദിക്കുന്നത്, എനിക്ക് എന്തിനാ കണ്ണുണ്ടായിട്ട്, നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഭൂമിയുമായിട്ട് ഒരു സംസർഗം ഉണ്ടാക്കാൻ വേണ്ടി ഇടയ്ക്ക് നടക്കുന്നത് പ്രിയപ്പെട്ട ചങ്ങാതി നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നുവെന്ന് തോന്നലുണ്ടാകുമ്പോൾ വെറുതെ പ്രപഞ്ചത്തിലൂടെ നടക്കുക. പ്രപഞ്ചത്തിൻ്റെ താളത്തിൽ നിങ്ങളുടെ അകത്തെ വലിഞ്ഞു മുറുകലിൻ്റെ ദ്രുത താളം അലിഞ്ഞില്ലാതാവും.